ഹായ് ആൾ നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മൾ നോക്കുന്നത് ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ നമ്മൾ നോക്കിയ ടോപ്പിക്, അതായത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതുപോലെ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളൊക്കെ നോക്കി. അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതുപോലെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നതിൽ ഗുണനഫലം എണ്ണൽ സംഖ്യകൾ വരുന്ന ജോഡികളേവ? 1 √0.8, √20. രണ്ടാമത്തെ √0.8, √0.2. മൂന്നാമത്തെ √30, √1.2. നാലാമത്തെ √0.08, √0.02. ഓപ്ഷൻസ് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1ഉം 2ഉം ശരിയാണ്, 3ഉം 4ഉം ശരിയാണ്, 1ഉം 3ഉം ശരിയാണ്, 3ഉം 2ഉം ശരിയാണ്. ക്വസ്റ്റ്യൻ: ഗുണനഫലം എണ്ണൽ സംഖ്യകളായി വരുന്ന ജോഡിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവ തമ്മിൽ ഗുണനഫലം നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യത്തേൽ √0.8ഉം 20ഉം ആണ്. അപ്പോൾ √0.8 × 20, 0.8 20. അപ്പോൾ അവ ഇൻറ്റു ചെയ്യുമ്പോൾ ഗുണിക്കുമ്പോൾ √16 എന്ന് കിട്ടും. അപ്പോൾ √16 എന്ന് പറയുമ്പോൾ 4. അടുത്തത് √0.8ഉം √0.2ഉം. പോയിൻ്റ് കഴിഞ്ഞിട്ട് ഓരോ അക്കമാണുള്ളത്. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഗുണിക്കുമ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം വരും. അപ്പോൾ √0.16. ഗുണനഫലം √0.16. അടുത്തത് √30ഉം √1.2ഉം. ഗുണിക്കുമ്പോൾ √36 എന്ന് പറയുമ്പോൾ 6. അടുത്തത് നാലാമത്തെ √0.08 × √0.02. അവ ഗുണിക്കുമ്പോൾ √0.0016. ഇതിലേതൊക്കെയാണ് എണ്ണൽ സംഖ്യയായിട്ട് വരുന്നത്? 4ഉം 6ഉം അല്ലേ, ഒന്നാമത്തെയും മൂന്നാമത്തെയും. അപ്പോൾ 4, 6 എണ്ണൽ ജോഡികൾ. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ്? ആൻസർ സി, 1ഉം 3ഉം ശരിയാണ്. അടുത്ത പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 1/9 = 0.111 ആണ് എങ്കിൽ √0.44ൻ്റെ ഭിന്നസംഖ്യ രൂപം ഏത്? 1/9 0.11 എങ്കിൽ √0.44 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 0.11 എന്നുള്ളത് നമുക്കറിയാം ആവർത്തന ദശാംശ രൂപമാണ്. 1/9 0.11. അപ്പോൾ 2/9 നമ്മൾ പഠിച്ചിട്ടുണ്ട് 0.22. 4/9 0.44 ആണെന്ന്. അപ്പോൾ √0.444 = 4/9. അതായത് 0.44 എന്ന് പറഞ്ഞാൽ 4/9 ആണ്. അപ്പോൾ √0.44 എന്ന് പറഞ്ഞാൽ √4/9 എന്ന് എഴുതാം. അപ്പോൾ √4/9 നമുക്ക് എന്ത് എഴുതാം? 2/3 എന്ന് എഴുതാം. അപ്പോൾ ആൻസർ 2/3. 1/9 0.11 ആണ് എങ്കിൽ √0.444ൻ്റെ ഭിന്നസംഖ്യ രൂപം ഏത്? 2/3. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു ടാങ്ക് അതിൻ്റെ 3/4 ഭാഗം വെള്ളം നിറച്ചിരിക്കുന്നു. 5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ അതിൻ്റെ 4/5 ഭാഗം നിറയുമെങ്കിൽ ടാങ്കിൻ്റെ യഥാർത്ഥ ശേഷി എത്ര? ഇതേപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നോക്കാം. ഒരു ടാങ്ക് അതിൻ്റെ 3/4 ഭാഗം വെള്ളം നിറച്ചിരിക്കുന്നു. ആകെയുള്ള വെള്ളത്തിൻ്റെ അളവ് നമുക്ക് x എന്ന് കണക്കാക്കാം. അപ്പോൾ ടാങ്കിൽ 3/4 ഭാഗം വെള്ളം എന്നുള്ളതിനെ 3/4 x ലിറ്റർ എന്ന് എഴുതാം. അതുപോലെ ടാങ്കിൽ 4/5 ഭാഗം വെള്ളത്തിനെ നമുക്ക് 4/5 x ലിറ്റർ എന്ന് എഴുതാം. അപ്പോൾ 3/4 x പ്ലസ് 5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാലാണ്. അപ്പോൾ 3/4 x പ്ലസ് 5 = 4/5 x എന്ന് എഴുതാം. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 5 = 4/5 x മൈനസ് 3/4 x = 16x മൈനസ് 15x/20 = 1/20x എന്ന് കിട്ടും. അപ്പോൾ എക്സ് കാണാൻ 5 × 20. 5 × 20 എന്ന് പറഞ്ഞാൽ 100 ലിറ്റർ. അപ്പോൾ ടാങ്കിൻ്റെ യഥാർത്ഥ ശേഷി 100 ലിറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: √0.4 × √3.6. ഗുണനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ √0.4 എന്നുള്ളത് നമുക്ക് 4/10 എന്ന് എഴുതാം അല്ലേ. അതുപോലെ √3.6 36/10 എന്ന് എഴുതാം. അപ്പോൾ 4 × √4/10 × √36/10 വെട്ടിച്ചേർത്താക്കുമ്പോൾ റൂട്ട് മാറ്റിയിട്ട് നമ്മൾ 2 × 6 4 2 ആവും. അതുപോലെ 36 6. അപ്പോൾ 2 × 6/100 എന്നുള്ളത് 10 ആവും. അപ്പോൾ 12/10 12/10നെ 1.2 എന്ന് എഴുതാം.
അടുത്ത ക്വസ്റ്റ്യൻ 1/3-നും 1/2-നും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 1/6, 4/7, 2/5, 2/3. 1/3-നും 1/2-നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് കാണേണ്ടത്. 1/3-നെ നമുക്ക് എങ്ങനെ എഴുതാം? 0.33 എന്ന് എഴുതാം ദശാംശ രൂപത്തിൽ. അതുപോലെ 1/2-ന് 0.5 എന്ന് എഴുതാം. അപ്പോൾ അതുപോലെ നമുക്ക് ഈ 4 ഓപ്ഷൻസും എഴുതി നോക്കാം. 1/6-ന് 0.166, 4/7-ന് 0.57, 2/5-ന് 0.4, 2/3-ന് 0.66 എന്നിങ്ങനെ എഴുതാം. അപ്പോൾ തന്നിരിക്കുന്നതിൽ 1/3 എന്ന് പറയുമ്പോൾ 0.33, അതുപോലെ 1/2 0.5. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഏത് സംഖ്യകളിൽ നോക്കാം. 0.33-ൻ്റെ ഇടയിലാണ് 1.166 വരുന്നത്? അല്ല. അതുപോലെ 0.57 കഴിഞ്ഞിട്ടാണ്, അപ്പോൾ അതുമല്ല. 0.4 ആണല്ലോ. അപ്പം അടുത്തത് 0.66, അപ്പോൾ അതല്ല. അപ്പോൾ 0.4 വരുന്നത്. അപ്പോൾ 1/3-നും 1/2-നും ഇടയിലുള്ള ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 2/5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/4 ഇൻറ്റു 1 - 1/5-ൻ്റെ വില കാണണം. മൈനസ് ചെയ്തിട്ട് ഇൻറ്റു ചെയ്യാനുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1 - 1/2. അപ്പോൾ 1 - 1/2 എന്ന് പറയുമ്പോൾ 1/2. അതുപോലെ 1 - 1/3 എന്ന് പറയുമ്പോൾ 3 - 1 2/3. അതുപോലെ 1 - 1/4 എന്ന് പറയുമ്പോൾ 4 - 1 3/4. അതുപോലെ 1 - 1/5 എന്ന് പറയുമ്പോൾ 4/5. അപ്പോൾ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1/2 ഇൻറ്റു 2/3 ഇൻറ്റു 3/4 ഇൻറ്റു 4/5. 4 4 വെട്ടിപ്പോവും, 3 3 വെട്ടിപ്പോവും, 2 2 വെട്ടിപ്പോവും. അപ്പോൾ അവസാനം 1/5. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1/5 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ 1/3, 5/7, 2/9, 9/14, 7/12 ഈ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ. ആരോഹണം പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. 1/3, 5/7, 2/9, 9/14, 7/12. ആദ്യം ഇവയെ നമുക്ക് ദശാംശ രൂപത്തിൽ എഴുതണം. 1/3-ന് 0.33, 5/7-ന് നമുക്ക് 0.71, 2/9-ന് 0.22 എന്നും, 9/14-ന് 0.64 എന്നും, 7/12-ന് 0.58 എന്നും എഴുതാം. ദശാംശ രൂപത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ദശാംശ രൂപത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാലോ ഏത് ചെറുതെന്ന് വലുതേക്ക് എടുത്ത് എഴുതണം. ആദ്യം ചെറിയത് പറയുന്നത് ഏത്? 2/9, 0.22 കിട്ടിയത്. അപ്പോൾ അതാണ് ഏറ്റവും ചെറുത്. അപ്പോൾ 2/9 ആദ്യം എഴുതി. പിന്നെ അടുത്ത ചെറുത് ഏതാണ്? അടുത്ത ചെറുതെന്ന് പറയുന്നത് 1/3, 0.33. അടുത്തത് 7/12, 9/14, 5/7. അതാണ് ചെറുതിൽ നിന്ന് വലുതിക്കണം. ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ ഈ ഓർഡറാണ് കിട്ടുക. 2/9, 1/3, 7/12, 9/14, 5/7. അടുത്ത ക്വസ്റ്റ്യൻ 1 മുതൽ 29 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക. ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. n². n² എന്ന് പറയുമ്പോൾ ഇവിടെ 1 മുതൽ 29. അപ്പോൾ 15 ഒറ്റസംഖ്യകളുണ്ടായിരിക്കും. 15 ഒറ്റസംഖ്യയും 15 ഇരട്ടസംഖ്യ ഉണ്ടാവും. 15 ഒറ്റസംഖ്യ. അപ്പോൾ 15² എന്ന് പറയുമ്പോൾ 225. അപ്പോൾ 1 മുതൽ 29 വരെയുള്ള ഒറ്റസംഖ്യയുടെ തുക എന്ന് പറയുന്നത് 225. അടുത്ത ക്വസ്റ്റ്യൻ 1 × 0.01 × 0.0001 വില ഗുണിച്ചെഴുതുക. 0.501. അടുത്ത ക്വസ്റ്റ്യൻ 0.333 എന്നതിൻ്റെ ഭിന്നക രൂപം. നമുക്കറിയാം ആവർത്തന ദശാംശ രൂപമാണ് തന്നെ. അതിനെ ഭിന്നക രൂപത്തിലേക്ക് മാറ്റാനാണ് ക്വസ്റ്റ്യൻ. 0.33 എന്നുള്ളതിന് നമുക്ക് 3/9 എഴുതാമെന്ന് നമുക്കറിയാം. അപ്പോൾ 3/9 ചെറുതാക്കുമ്പോൾ 1/3. അപ്പോൾ 0.333 എന്നതിൻ്റെ ഭിന്നക രൂപം എന്ന് പറയുന്നത് 1/3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകളുടെ ലസാഗു 2079, ഉസാഗ 27. അതിൽ ഒരു സംഖ്യ 189 ആയാൽ മറ്റേ സംഖ്യ ഏത്? നമുക്കറിയാം ഇത് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ സംഖ്യകളുടെ ഗുണനഫലം = ലസാഗു × ഉസാഗ. ലസാഗു ഉസാഗ തന്നിട്ടുണ്ട്. എത്രയാണ്? 2079 × ഉസാഗ എത്രയാണ്? 27. ഒരു സംഖ്യ തന്നിട്ടുണ്ട് 189, മറ്റേ സംഖ്യ x എന്ന് വിചാരിക്കുക. അപ്പോൾ x × 189 = 2079 × 27. എക്സിനെ അവിടെ നിർത്തിയിട്ട് 2079 × 27 ÷ 180 വെട്ടി ചെറുതാക്കുമ്പോൾ 2079/7
ഈക്വൽ ടു 297. അടുത്ത ക്വസ്റ്റ്യൻ 122.992 മൈനസ് ഡാഷ് ഈക്വൽ ടു 57.76 പ്ലസ് 31.1 എന്ന് കിട്ടി. അപ്പോൾ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ആദ്യം 57.76 പ്ലസ് 31.1 എത്രയാണ്? 88.86. ദെൻ നമുക്ക് 122.992 88.86 മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടി? 34.12. അപ്പോൾ 122.992 മൈനസ് 34.132 ഈക്വൽ ടു 57.76 പ്ലസ് 31.1. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ പ്രീവിയസ് ഇയറുമായി ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. ഇനി കുറച്ച് പ്രോബ്ലംസ് കൂടി നോക്കാം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ 30.9 പ്ലസ് 3.09 പ്ലസ് 0.309 പ്ലസ് 0.039 പ്ലസ് 350 ഈക്വൽ ടു ഡാഷ്. അഡീഷനാണ് ഉദ്ദേശിക്കുന്നത്. അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 343.338 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 62,160 ഹരിക്കണം 185 ഹരിക്കണം 24. 62,160 ഇൻറ്റു നമ്മൾ ഹരിക്കുമ്പോൾ വിൽക്രമമായിട്ട് ഗുണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1/185 ഇൻറ്റു 1/24 ഈക്വൽ ടു അത് സോൾവ് ചെയ്യുമ്പോൾ 14 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.06 ഇൻറ്റു 0.06 ഇൻറ്റു 0.06 ഹരിക്കണം 0.12 ഇൻറ്റു 0.12 ഇൻറ്റു 0.12 ഈക്വൽ ടു ഡാഷ്. ഗുണനവും ഹരണമാണ് ഇതിൽ പറയുന്നത്. 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.06 ഇൻറ്റു 0.06 ഇൻറ്റു 0.06 ഹോൾ ഡിവൈഡഡ് ബൈ 0.12 ഇൻറ്റു 0.12 ഇൻറ്റു 0.12. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വെട്ടിപ്പോവും. 6 12 വെട്ടിപ്പോവും. അപ്പോൾ 1. അപ്പം നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ അവസാനം 0.1 ഇൻറ്റു 0.1 ഇൻറ്റു 0.1 ഈക്വൽ ടു 0.001 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 33 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ വേണ്ടി 2,31,228 കൂട്ടേണ്ട സംഖ്യ ഏത്? 33 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ വേണ്ടി 2,31,228 കൂട്ടേണ്ട സംഖ്യയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2,31,228 33 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ശിഷ്ടം കിട്ടിയത് 30 ആണ്. 30 ഈ 33 30 കുറയ്ക്കുക. ആ 3 നമ്മൾ ഈ കൂട്ടേണ്ട സംഖ്യ. അപ്പോൾ ആൻസർ 3. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ വലുതേത്? 15/16 24/25 34/35 19/20. ഭിന്നസംഖ്യ രൂപത്തിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് അവയെ ദശാംശ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ 15/16 നമുക്ക് ദശാംശ രൂപത്തിൽ മാറ്റുമ്പോൾ 0.93, 24/25 0.96, 34/35 0.97, 19/20 0.95 എന്ന് കിട്ടും. അപ്പോൾ അതിൽ വലുത് നോക്കാം. പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള വലിയ സംഖ്യ ഏതാണ് അതാണ്. ഇവിടെ 93, 96, 97, 95. അപ്പോൾ 97 വലുത്. അപ്പോൾ 97 എന്ന് പറയുമ്പോൾ സി 34/35 വലിയ ഭിന്നസംഖ്യ. അടുത്ത ക്വസ്റ്റ്യൻ 44/5% പ്ലസ് 4/5% പ്ലസ് 0.45% ദശാംശ രൂപം എഴുതുക. ദശാംശ രൂപം ഭിന്നസംഖ്യ രൂപത്തിലാണ് തന്നിരിക്കുന്നത്. 44/5% പ്ലസ് 4/5% പ്ലസ് 0.45%. അപ്പോൾ ഇതിൽ ഛേദങ്ങളെല്ലാം തുല്യമാണ്. അപ്പോൾ 5 5. അപ്പം അവ ആഡ് ചെയ്യുക. 44 പ്ലസ് 4 പ്ലസ് 0.04. അപ്പോൾ 48.45% എന്ന് കിട്ടും. അപ്പോൾ 48.45 ശതമാനം പറയുമ്പോൾ 100 അപ്പോൾ വിൽക്രമിട്ട് ഗുണിക്കുക. അപ്പോൾ 1/100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 48.4/500. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ 0.0968 എന്ന് ആൻസർ കിട്ടും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ടോപ്പിക്കാണ് കഴിഞ്ഞത്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും. അതുപോലെ SCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.